everyone, welcome to another video of mine. My name is Lija John. നിങ്ങളിൽ ബിഗ് ബോസ് ഷോ കാണുന്നവർ എത്ര പേരുണ്ട്? എന്നെ പോലെ ലൈഫിൽ ഇതുവരെ ബിഗ് ബോസ് കണ്ടിട്ടില്ല, എന്താണ് ബിഗ് ബോസ് ഷോ എന്ന് കറക്റ്റ് അറിയാത്തവർ എത്ര പേരുണ്ട്? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഷോ ആണ് ബിഗ് ബോസ്. അത് മലയാളമാണെങ്കിലും ഹിന്ദി ആണെങ്കിലും ഏത് ലാംഗ്വേജിലാണെങ്കിലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതൊരു മോശം ഷോ ആണെന്നോ അല്ലെങ്കിൽ അതാരും കാണാൻ പാടില്ല എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ബിഗ് ബോസിനെ പറ്റിയിട്ട് കുറേ പോസ്റ്റൊക്കെ കാണാറുണ്ട്. ബിഗ് ബോസ് ഫിനാലെയാണ്, അപ്പോൾ ആരായിരിക്കും കപ്പ് എടുക്കാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ കണ്ടു. അപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നി, എന്താണ് ഈ ഷോ? ഞാൻ ഇതുവരെ ഇതിരുന്ന് കണ്ടിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് കാണാൻ തോന്നിയിട്ടില്ല. ഞാൻ എപ്പോഴും അങ്ങനെയുള്ള ടൈം വെറുതെ നമുക്ക് യൂസ് ഒന്നും ഇല്ലാത്ത കാര്യങ്ങൾ യൂസ് ഇല്ലാത്തതാണെന്ന് ഞാൻ പറയാൻ കാരണം, എനിക്കതിൽ നിന്നും പ്രത്യേകിച്ച് അതിൻ്റെ ചെറിയ ക്ലിപ്സൊക്കെ കാണുമ്പോൾ പോലും എനിക്കതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ എനിക്കത് അത്ര പേഴ്സണലി എൻ്റർടൈനിങ് ആയിട്ടും തോന്നിയിട്ടില്ല. ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടാകുന്ന എന്തോ കാര്യമായിട്ടാണ് ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നി. അതുകൊണ്ട് നമുക്ക് ഇരുന്ന് കാണാനുള്ള ഒരു എൻ്റർടൈനിങ് പ്രോഗ്രാമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആരായിരിക്കും ബിഗ് ബോസിലെ കപ്പ് എടുക്കുക എന്നുള്ള കുറച്ച് പോസ്റ്റും കാര്യങ്ങളും ഒക്കെ ഞാൻ കണ്ടു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫേവറേറ്റ് കോണ്ടസ്റ്റൻ്റ് ആരാണ് ബിഗ് ബോസിലെ? ആര് കപ്പ് എടുക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു ഷോയെ പറ്റിയിട്ട് നിങ്ങൾക്ക് പറയാനുള്ളതും കൂടി കമൻറ്റ് ചെയ്യുക. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് എന്താണ് ബിഗ് ബോസ്, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് പോലും എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ ലാസ്റ്റ് ഇതൊരു റിയാലിറ്റി ഷോ ആണ് എന്ന് മാത്രം എനിക്കറിയാമായിരുന്നു. അപ്പോൾ ഇതിലൊരു വിന്നർ ഉണ്ടാവും, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരാളിനെ വിന്നറായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് എന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം ലാസ്റ്റ് ടൈം ഇതിൽ കുറച്ച് കണ്ടസ്റ്റൻസിൻ്റെ ഒക്കെ കുറച്ച് വൈറൽ ക്ലിപ്സൊക്കെ കണ്ടു. അപ്പോഴും എനിക്ക് എന്താണ് ഈ ഒരു ഷോ എന്നറിയാൻ വേണ്ടി ഒരു ക്യൂരിയോസിറ്റിയും തോന്നിയിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല, ഞാനും പേഴ്സണലി നമുക്ക് എന്തെങ്കിലും ആവശ്യമല്ല, നമുക്ക് എന്തെങ്കിലും യൂസ് ഉണ്ടാവുന്ന കാര്യങ്ങളിലായിരിക്കും ഞാൻ സോഷ്യൽ മീഡിയയിലാണേലും ടി വിയിലാണേലും സ്പെൻഡ് ചെയ്യുന്നത്. ഇനി അതെല്ലാം മൂവീസൊക്കെ കാണുകയാണെങ്കിൽ അത് എൻ്റർടൈനിങ് ആയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നൊരു സമയത്ത് കാണുന്ന കാര്യങ്ങളായിരിക്കും, മറ്റ് വെബ് സീരീസ് ഒക്കെ കാണുന്നതും. പക്ഷെ എന്താണെന്ന് എനിക്കറിയില്ല, ഈ ഒരു ഷോ എനിക്ക് കണ്ടിട്ട് കാണണം എന്ന് തോന്നുന്നില്ല. നമ്മൾ കൂടുതലും എൻ്റർടൈനിങ് പ്രോഗ്രാംസ് കാണുന്ന മൈൻഡ് റിലാക്സ് ആവാനാണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ കാണുമ്പോൾ എനിക്ക് മൈൻഡ് റിലാക്സ് അല്ല, ഒരുമാതിരി ടെൻഷൻ പോലുള്ള കാര്യങ്ങളാണ് വരുന്നത്. കുറച്ച് സൈക്കിക് ആയിട്ടുള്ള ഒരു ഷോ ആണോ എന്നൊക്കെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിനെപ്പറ്റി ആരോട് ഡിസ്കസ് ചെയ്യാൻ പോയിട്ടില്ല. ഇന്ന് വരെ എന്താണ് ആ ഒരു ഷോ എന്ന് ആരോട് ചോദിക്കാനും പോയിട്ടില്ല, അതിനെപ്പറ്റി സെർച്ച് ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പം ഭയങ്കരമായിട്ട് ആ ഒരു ഷോയുടെ വിന്നർ ആരായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഗസ് ചെയ്യുന്നു, പോൾസ് ഒക്കെ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഷോയെ പറ്റി പറയാനുള്ളത്? ഈ ഒരു ഷോ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണോ, എൻ്റർടൈനിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഇതുവരെ ഈ ഒരു ഷോ മോശമാണെന്ന് പറയുന്നില്ല, അത് നല്ലതാണെന്നും പറയുന്നില്ല. കാരണം അതിനെ ജഡ്ജ് ചെയ്യാൻ ഞാൻ ആളല്ല. കാരണം ആ ഷോ എന്താണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ആര് ജയിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആരാണ് എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. ബൈ, ടേക്ക് കെയർ.